സർ പറഞ്ഞു. നമുക്ക് കംഫർട്ട് സോൺ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? ഓക്കെ ഫാത്തിമ. Comfort zone is very, very എങ്ങനെ nice thing, and at the same time, നമ്മുടെ സക്സസ് പോയിന്റിനെ എത്തിക്കാനുള്ള ഒരു ഗ്യാപ്പാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഇപ്പൊ എവ്രി പീപ്പിൾ ഹാവ് ദറ്റ് കംഫർട്ട് സോൺ. ജസ്റ്റ് റിയലൈസ് വൺ തിങ്, കംഫർട്ട് സോൺ ഇസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ഗ്രോത്തിന്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോൺ ആണ്. യു ഷുഡ് റിയലൈസ് ദറ്റ് ഫസ്റ്റ്. നമ്മളെല്ലാ സ്റ്റുഡൻസും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ഓക്കെ? നമുക്ക് ഒരുപാട് ഇപ്പോൾ യു വാണ്ട് ടു ഡു സംതിങ് ആൻഡ് യു വാണ്ട് ടു ലേൺ സംതിങ്, യു വാണ്ട് ടു ബി ഇൻ എ ഗുഡ് പൊസിഷൻ. പക്ഷെ ഇതിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വി ആർ സിറ്റിംഗ് ആൻഡ് ഡ്രീമിങ് ഓഫ് ദാറ്റ്, വിഷ്വലൈസ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഒരു 5 ഇയേഴ്സിനുള്ളിൽ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ എത്തും, ഞാനൊരു MBBS എടുത്ത് ഡോക്ടർ ആകും, അല്ലെങ്കിൽ ഞാനൊരു പൈലറ്റ് ആകും, അല്ലെങ്കിൽ ഞാനൊരു സ്പീക്കർ ആകും. And I'm dreaming of that. For an example, ഞാൻ ഇന്ന് എടുക്കാം. അപ്പൊ ഞാനൊരു 5 ഇയേഴ്സിന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, I'll be there with 5,000 ഓഡിയൻസ്, പബ്ലിക് പ്രോഗ്രാം ഒക്കെ വെക്കുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനൊരു പണി എടുക്കുന്നില്ല. I'm just sitting here and I'm thinking of that, I'm manifesting it, and I am here in my comfort zone, and this is a circle. ഓക്കെ, ഞാൻ ഒരിക്കലും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്ന് പറയണില്ല. യു ഡോണ്ട് നീഡ് ടു ബ്രേക്ക് ദ കംഫർട്ട് സോൺ, ജസ്റ്റ് എക്സ്പാൻഡ് ഇറ്റ്. അത് മെല്ലെ മെല്ലെ എക്സ്പാൻഡ് ചെയ്ത് അത് മെല്ലെ എന്ത് ചെയ്യുക, അതിന്റെ പുറത്ത് കിടക്കുക. കാരണം ഒറ്റയടിക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ 2 or 3 days. നിങ്ങൾ പെട്ടെന്ന് ഇന്ന് മുതൽ ഞാൻ കംഫർട്ട് സോൺ എല്ലാം ബ്രേക്ക് ചെയ്യാണ്, ഐ എം ബീങ് മോർ പ്രൊഡക്റ്റീവ്, ഐ എം ബീങ് ഇൻ ദ റുട്ടീൻ എന്ന് പറഞ്ഞ സമയത്ത് ദാറ്റ് ഇസ് കോൾഡ് മോട്ടിവേഷൻ. പെട്ടെന്ന് കയറുന്ന ഒരു മോട്ടിവേഷൻ ആണ്. ആ മോട്ടിവേഷൻ, നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ദ വൺ തിങ് ദാറ്റ് യു റിയലൈസ്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, അതൊരു 2-3 ദിവസം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും, പിന്നെ അത് പോകും. ഇസ് ഇറ്റ് ക്ലിയർ? റെഡിയാണോ? അപ്പോൾ അതിങ്ങനെ 3-4 ദിവസം നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, നമ്മൾ മെല്ലെ മെല്ലെ ഗ്രാജുവലി ഡിസിപ്ലിൻഡ് ആവണം. വി ഷുഡ് ബി ഡിസിപ്ലിൻഡ്. നമുക്ക് കുറെ മോട്ടിവേഷൻ അല്ല വേണ്ടത്, വി ഷുഡ് ബി ഡിസിപ്ലിൻഡ് അവർ ലൈഫ്. അങ്ങനെ നിങ്ങൾ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി എന്തിലാണോ നിങ്ങളുടെ കംഫർട്ട് സോൺ ഉള്ളത്, ഇപ്പോൾ മേ ബി രാവിലെ എണീക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതായിരിക്കും, ഒരു പുസ്തകം വായിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കിൽസ് ബിൽഡ് ചെയ്യുന്നില്ല, ഒന്നുമില്ല, യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്, ഒന്നും ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി മെല്ലെ നിങ്ങളുടെ ലൈഫ് ലെവലപ്പ് ചെയ്യാം. അതായത് ഇപ്പോ എനിക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര മടിയാണ്, ആൻഡ് ഐ എം ലിറ്ററലി സ്ക്രോളിംഗ് ത്രൂ റീൽസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഐ ടേക്ക് എ ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ആർ യുവർ കംഫർട്ട് സോൺസ്. എന്റെ ഇപ്പോഴത്തെ ടിപ്പിക്കൽ കംഫർട്ട് സോൺ എന്താണ്, എന്റെ ഫ്യൂച്ചർ ഗോൾസിൽ എന്താണ്, ആ ഫ്യൂച്ചർ ഗോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ പിന്നോട്ട് വലിക്കുന്ന എന്റെ ബിഗ്ഗസ്റ്റ് എനിമിയായ എന്റെ കംഫർട്ട് സോൺ എന്നെ എന്ത് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഗോൾസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ അതിനു വേണ്ടി പുതിയ സ്കിൽസ് ബിൽഡ് ചെയ്യുന്നില്ല എന്നൊരു സംഭവം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് മെല്ലെ റൈറ്റ് ഡൗൺ ചെയ്തിട്ട് വാട്ട് ഷുഡ് ഐ ഡു ടു ഗെറ്റ് ദെയർ. ആ ഫ്യൂച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എങ്ങനെ ലെവലപ്പ് ചെയ്യണം. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നല്ലൊരു ഫീൽ ഗുഡ് സംഭവം കിട്ടും. കംഫർട്ട് സോൺ വിൽ ഗീവ് യു എ ഫീൽ ഗുഡ് തിങ് റൈറ്റ് നൗ, ബട്ട് ഇറ്റ് വിൽ നെവർ ഗീവ് യു നത്തിങ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒന്നും തരില്ല. കാരണം ഇപ്പൊ നമ്മൾ നല്ല സുഖത്തിലായിരിക്കും, വി ആർ ലിവിങ് ദ ബെസ്റ്റ് ലൈഫ്. രാവിലെ 10 മണിക്ക് എണീക്കുന്നു, നമുക്ക് ഫുഡ് കഴിക്കുന്നു, അത് കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു, വീണ്ടും എണീക്കുന്നു. ഇതൊരു സുഖത്തിൽ ഇങ്ങനെ ഇപ്പൊ പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് there will be nothing. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പൊ മെല്ലെ വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങണം. ആൻഡ് യു ഹാവ് റിയലൈസ് ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് ടാസ്ക്. ഈ മോള് ചോദിച്ച സമയത്ത് മോളോടല്ലേ, യു ആർ ദേർ റൈറ്റ്, യു have realized that you have comfort zone ഉണ്ട്, മോൾക്ക് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നല്ലോ. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റെപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. ആ സ്റ്റെപ്പ് ഇങ്ങനെ എന്ത് ചെയ്യുക, മെല്ലെ ഗ്രാജുവലി ഇങ്ങനെ റൈറ്റ് ഡൗൺ ചെയ്യുക. ടേക്ക് എ ബുക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ദാറ്റ്സ് എ തിങ് ദാറ്റ് ഐ ഡു. ഓക്കെ, അത് മെല്ലെ എന്ത് ചെയ്യുക, റൈറ്റ് ഡൗൺ ചെയ്യുക. വാട്ട് ഷുഡ് ഐ ഡു ഫോർ ദാറ്റ്. ഇപ്പൊ കംഫർട്ട് സോൺ ഇന്നതായിരിക്കും കംഫർട്ട് സോൺ. എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, വാട്ട് ഷുഡ് ഐ ഡു, ഐ ഷുഡ് വേക്ക് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ്. അത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ഫോർ 21 days ആൻഡ് ടിക്കറ്റ്. അങ്ങനെ മെല്ലെ എന്ത് ചെയ്യുക, ഗ്രാജുവലി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എന്ത് ചെയ്യുക. ഈ ബലൂണൊക്കെ പൊട്ടുന്ന കണ്ടിട്ടില്ലേ? ബലൂൺ എപ്പോഴാണ് പൊട്ടുന്നത്? നമ്മള് എയർ കൊടുത്ത് പെട്ടെന്നല്ല പൊട്ടുന്നത്. അത് എയർ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് മെല്ലെ ബ്രേക്ക് ആവല. അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെ ബ്രേക്ക് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, കംഫർട്ട് സോൺ നമ്മൾ ബിൽഡ് ചെയ്യണം. ലെവലപ്പ് യുവർ സെൽഫ് വിത്ത് ന്യൂ സ്കിൽസ് ആൻഡ് ന്യൂ തിങ്സ്. എന്തിലേക്കാണോ എത്തേണ്ടത് അതിനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, റിമൈൻഡിങ് യു കംഫർട്ട് സോൺ വിൽ നെവർ അലൗ ടു യു ഗ്രോ. ഓക്കെ, അത് ഇപ്പൊ ഫീൽ ഗുഡ് തരും. ഇറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് യുവർ ഗ്രോത്ത്. ആ ഗ്രോത്തിന്റെ ബിഗ്ഗസ്റ്റ് എനിമിയെ മെല്ലെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റൈറ്റ് പാത്ത്. ഓവർ ടു യു സെൻസൈ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും മടിയാന്ന് വിചാരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ മടി. അടുത്ത് തന്നെ ഒരു KFC ഉണ്ടെന്ന് വിചാരിക്കാം.
കംഫർട്ടബിൾ അല്ലേ അത്? എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. ഒന്ന് ഓർഡർ ചെയ്താൽ അവർ കൊടുന്നു തരും. ഹൗ മെനി ഓഫ് യു അഗ്രി ടു ദാറ്റ്? സേ ഐ. ഒരു KFC ഉണ്ട്, KFC ഇഷ്ടപ്പെടുന്ന ആളാന്ന് വിചാരിക്കുക, കംഫർട്ട് സോണിലായിരിക്കണം, യു ജസ്റ്റ് ഹാവ് ടു പേ, ഗൂഗിൾ പേ ചെയ്യുക, KFC ഇവിടെ ഡെലിവർ ചെയ്യും. അതങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഒരു 2 വർഷം അതേപോലെ കഴിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് ആവുക? വാട്ട് വുഡ് ബി ദ റിസൾട്ട്? എത്ര പേര് വാട്ട്സ് ഗോയിങ് ടു ബി ദ റിസൾട്ട് ആഫ്റ്റർ 1 year or 2 years? എന്താ റിസൾട്ട് ആകുമ്പോൾ നിങ്ങൾ ഓവർ വെയിറ്റ് ആവും, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിക് ആയിരിക്കും, ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് പ്രോബ്ലം. എക്സാക്ട്ലി കറക്റ്റ്. ഓക്കെ, യു ഗോട്ട് മീ. സോ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരിക്കലും വെനെവർ യു ആർ ഇൻ ദ കംഫർട്ട് സോൺ അതിൻ്റെ റിസൾട്ട് വ്യത്യാസമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത് ലോ ഓഫ് ദ റബ്ബർ ബാൻഡ്. ഐ വോണ്ട് എവറി വൺ ടു റൈറ്റ് LOB, law of the LOR, the law of the rubber band. I want everyone to write LOR, the law of the rubber band. ഞാൻ എൻ്റെ ടീച്ചറിൽ നിന്ന് പഠിച്ചതാണ്. സോ വൺസ് യു ഹാവ് ദ റബ്ബർ ബാൻഡ്, ആ റബ്ബർ ബാൻഡ് അവിടെ ടേബിളിൽ വെച്ചാൽ അതിനെയാണ് നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയാം. ഹൗ മെനി ഓഫ് യു ഗോട്ട്? ഒരു റബ്ബർ ബാൻഡ് ഒരു യൂസ്ലെസ് ആയിട്ട് അവിടെ ടേബിളിൽ നിൽക്കുമ്പം അതിനെയാണ് നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയാം. ആ ഒരു റബ്ബർ ബാൻഡായിട്ട് യാതൊരു ഉപകാരം വരില്ല. ബട്ട് ആ റബ്ബർ ബാൻഡ് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ക്യാൻ വി സ്ട്രെച്ച് എ റബ്ബർ ബാൻഡ്? യെസ് ഓർ നോ? കമോൺ, ഞാൻ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ണ് കടയുണ്ട്, നോക്കിയിട്ട് ഒരു ആക്ഷനില്ല അവിടെ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഒരു ലെവലിൽ എത്തുമ്പം ആ റബ്ബർ ബാൻഡ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഡു യു അഗ്രി? യെസ് ഓർ നോ? വൺസ് യു സ്ട്രെച്ച് ഇറ്റ്, ഓവർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒറ്റ അടിക്ക് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല. എത്ര പേര് ഇവിടെ സ്പോർട്സിലുണ്ട്, നമ്മൾ വാം അപ്പ് ചെയ്തിട്ടല്ലേ കാലൊക്കെ റേസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ? എത്ര പേര് അംഗീകരിക്കേണ്ട? ഗോട്ട് ഇൻ GI എന്ന് ടൈപ്പ് ചെയ്യുക. വെനെവർ യു ആർ എക്സസൈസിങ് യു ഷുഡ് വാം അപ്പ് യുവർ ബോഡി ഫസ്റ്റ്. ദാറ്റ് ഇസ് വാട്ട് വി കോൾ എ സ്ട്രെച്ച് യുവർ സെൽഫ്. യു ഗോട്ട് ടു സ്ട്രെച്ച് യുവർ സെൽഫ് ബിഫോർ യു ഗോ ഫോർ എക്സസീവ് എക്സസൈസസ് ആൻഡ് സോ ഫോർത്ത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടേക്കാണോ നമുക്ക് ഗ്രോ ചെയ്യേണ്ടത് അത് ഒറ്റയടിക്ക് ഗ്രോ ചെയ്യാൻ പാടില്ല. മോൾക്ക് മനസ്സിലാവേണ്ടത്? എസാനോ അവിടെ ഓൺ ചെയ്ത്? ഓക്കെ. സോ ഒരിക്കലും ഓവർ സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല. കുറച്ച് മാത്രമേ നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ, അല്ലെങ്കിൽ അത് ബ്രേക്ക്. അപ്പം വാട്ട് ഈസ് ഇറ്റ്? ഒന്ന് മനസ്സിലാക്കുക. ദ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾക്ക് പറയണത് ലേണിംഗ് സോൺ എന്നാ പറയാം. എല്ലാവരും എഴുതിയേക്കുക ലേണിംഗ് സോൺ, LZ എന്ന് എഴുതിയേക്കുക. കംഫർട്ട് സോൺ കഴിഞ്ഞാൽ ലേണിംഗ് സോൺ ആണ് വരാം. Okay, after the learning zone comes the panic zone, PZ, panic zone അല്ലെങ്കിൽ break zone എന്ന് പറയും. So never go to a panic zone. ഒരു പാനിക് സോൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഒരിക്കലും അത് ചെയ്യൂല, ആക്ഷൻ എടുക്കില്ല. വൺസ് അഗൈൻ ലെറ്റ് മീ ടെൽ യു, നിങ്ങളൊരു പാനിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ നാളെ ഡ്രൈവിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയല്ലോ, നാളെ പോയിട്ട് ഒന്ന് കണ്ണൂർ വരെ പോയിട്ട് വരണം എന്ന് പറഞ്ഞാൽ പോവോ? മോള് ഇന്ന് ഡ്രൈവിംഗ് പഠിച്ചൊരു കുട്ടിയാണ്, ലൈസൻസ് ഇന്ന് കിട്ടിയെന്ന് വിചാരിച്ചാൽ നാളെ നിങ്ങൾക്ക് കണ്ണൂർ വരെ ഓടിച്ചു പോകാൻ പറ്റുമോ മോൾക്ക്? യെസോനോ? ഇല്ല, പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാ? ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഓടിച്ച് പഠിക്കല്ലേ ചെയ്യാ? ഹൗ മെനി ഓഫ് യു അഗ്രി ടു ദാറ്റ്? യെസ് എന്ന് പറയാം. ഹൗ മെനി ഓഫ് യു അഗ്രി? സേ ഐ. ആദ്യം പറയല്, ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് പറയല്, മോളെ ഒരു കുറച്ച് കാലം ഇത് ഈ മുറ്റത്തൊക്കെ ഒന്ന് ഓടിച്ച് പഠിക്കുക. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ എനിക്ക് ക്ലിയർ ആയിന്ന് പറയാം. ഓക്കെ, നമുക്ക് രാത്രി ഞാനും പപ്പയും കൂടെ വരാം, നമുക്കൊന്ന് രാത്രി നമുക്ക് പോവാം, ഒരു സൈഡ് റോഡ് കൂടെ പോവാം. അങ്ങനെ ഒരു 2 മാസം പഠിച്ച് ഓക്കെ നമുക്ക് കുറച്ചും കൂടെ ആളില്ലാത്ത സ്ഥലത്ത് കൂടെ പോവാം. പിന്നെ പറയും മോള് ഓടിച്ചു, ഞാൻ ബാക്കിൽ പപ്പ കിടന്ന് ഉറങ്ങട്ടെ, മോള് ഓടിച്ചു. അങ്ങനെയല്ല. എത്ര പേർക്ക് ഗോട്ട് ഇൻ GI എന്ന് ടൈപ്പ് ചെയ്യും? ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? യു ടേക്ക്. ഇതിനാണ് സ്ട്രെച്ചിങ് എന്ന് പറയാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? സ്ലോ ആൻഡ് സ്റ്റഡി. ഡോണ്ട് ഗോ and stretch yourself. You will be overwhelmed. ആ പേടി കൊണ്ട് ഇവിടെ എത്ര പേരുണ്ട് ലൈസൻസ് ഉണ്ടായിട്ട് ഇന്നേരം ഓടിക്കാത്ത എത്ര പേരുണ്ട്? എന്ന് ടൈപ്പ് ചെയ്യാം. ലൈസൻസ് ഉണ്ടായിട്ട് ഓടിക്കാത്ത എത്ര പേരുണ്ട്? എന്നൊന്ന് ടൈപ്പ് ചെയ്യാം. അതാ വരുന്നത് സീനത്ത്, അതാ വരുന്നത് ഹെന്ന, അതാ വരുന്നത് എന്നെ ഗോഡ്. ഓക്കെ, ഇതാണ് കഷ്ടം. കാരണം വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കിട്ടുന്നുണ്ടാവും. ലൈസൻസ് മോളെ ഓടിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂട്ടുകാരൊക്കെ പറഞ്ഞാൽ പിന്നെ ഓടിക്കലുണ്ടാവില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറച്ച് കൊടുക്കുക. ഇതിന് സ്ലോ ആൻഡ് സ്റ്റഡി എന്നാ പറയില്ല. ഡോണ്ട് ഗോ ഫോർ ടു മച്ച്. നമ്പർ 1. നമ്പർ ടു, നിങ്ങൾ ഇത് ചിലപ്പം നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു കാറിൻ്റെ ടയർ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെ ടയർ. എത്ര ടയർ വീലുണ്ട്? നമുക്ക് എക്സാമ്പിൾ നമുക്ക് 6 വീൽ എന്ന് വിചാരിക്കാം. എത്ര? ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് 6. ഫോർ എക്സാമ്പിൾ there are 6 wheels for a car, for a vehicle which is a bus and so forth. നമ്മൾ ഒരു വീൽ എടുക്കാം. ഒരു വീൽ എടുത്തിട്ട് അതിൽ എയർ പമ്പ് ചെയ്യാന്ന് വിചാരിക്കാം. എയർ പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീല് വലുതായി കഴിഞ്ഞാൽ ആ ബസ്സിന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? എത്ര മോളല്ലേ അവിടെ? ഞാൻ മോളോട് സംസാരിക്കണം. അവിടെ ഉണ്ട്, പറയാ. ഒരു വീല് മാത്രം കാറ്റ് നിറച്ച്, മറ്റുള്ള വീല് കാറ്റ് കൂടുതലില്ലെങ്കിൽ ആ ബസ് ശരിക്കും സ്പീഡിൽ ഓടുമോ? ഇല്ല. ഉറപ്പല്ലേ?
അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും കംഫർട്ട് സോൺ വിട്ടു പോകാൻ പാടില്ല. ഇതാ നോക്കുക, ശരിക്കും ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ് ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ കംഫർട്ട് സോൺ വിട്ടിട്ട് പോകുമ്പോൾ മറ്റേ വീലുകൾക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ കംഫർട്ട് സോൺ വിട്ടു പോകാൻ പാടില്ല. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക. വെൻ യു ലീവ് എ കംഫർട്ട് സോൺ ആൻഡ് ഗോ ബിഹൈൻഡ് വൺ പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് and which is destroying or harming the other areas of your life, then you should not go behind it. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഫാമിലി ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ പണം 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 ബിസിനസ് എക്സ്പാൻഷൻ ബിസിനസ് എക്സ്പാൻഷൻ യാത്ര മാത്രം ചെയ്ത് ആ ഒരു സർക്കിൾ മാത്രം വലുതായി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബം നന്നായിട്ട് മുമ്പോട്ട് പോകും. കുടുംബം മുമ്പോട്ട് പോകും. യെസ് ഓർ നോ മോളെ? നോ സർ. എത്ര പേര് അംഗീകരിക്കുന്നത്? എത്ര പോരം പണക്കാരെ നോക്കാം. ഓക്കെ, ഞാൻ പേരുകൾ പറഞ്ഞില്ല. ഇന്ന് വേൾഡിൽ ഏറ്റവും വലിയ പണക്കാർക്കുള്ള പ്രശ്നം ഇതാണ്. കാരണം ദേ ഗോ ബിഹൈൻഡ് മണി ബട്ട് ദ ഫാമിലി ഇസ് ബ്രോക്ക്. എത്ര പേർക്ക് മനസ്സിലായി? സോ ഇവിടെയാണ് നമ്മൾക്ക് ഒരു മിതത്വം, എന്താ വാട്ട് യു കോൾ ഇറ്റ്, മലയാളത്തിൽ എനിക്കറിയില്ല. വാട്ട് ഇസ് ഇറ്റ്, വാട്ട് യു കോൾ, എന്താ പറയുക, ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ? യു ഹാവ് ടു ഗോ ബട്ട് യു നീഡ് ടു നോ ഹൗ മച്ച് ടു ഗോ. മനസ്സിലായി? നിങ്ങൾ പോകണം, പക്ഷേ എത്രത്തോളം പോകണം എന്ന് നിങ്ങൾ മനസ്സിലാവണം. അത് മറ്റുള്ളവർ പറഞ്ഞില്ല, നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ ഈ ഒരു ലെവലിൽ ഇത്രേ പോകാൻ പാടുള്ളൂ, കാരണം എൻ്റെ മറ്റ് ഏരിയാസിന് യാതൊരു തരത്തിലുള്ള ബ്രേക്ക് വരാൻ പാടില്ല. അതിനെ ആണ് എൽ എന്ന് പറയാം. എന്താണ് എൽ? ഒന്ന് ടൈപ്പ് ചെയ്യോ. എന്താണ് ഈ എൽ? വാട്ട് ഇസ് ദിസ് എൽ? ഇതിനാണ് നമ്മൾ എൽ എന്ന് പറയാം. വാട്ട് ഇസ് ദിസ് എൽ? എൽ എന്താന്ന് പറയാം? ഓക്കെ, ഓരോരുത്തർ ലിമിറ്റേഷൻ. ഓക്കെ, ലിമിറ്റിംഗ്. ഓക്കെ, എന്താണ് പരിധി മലയാളത്തില്? അല്ലല്ല, ഇതിനാണ് ജീവിതം എന്ന് പറയാം, ലൈഫ്. എത്ര പേർക്ക് മനസ്സിലായി? അത് നമുക്കറിയണം എത്രത്തോളം നമുക്ക് പോകാൻ പാടുള്ളൂ. അവിടെയാണ് ബൗണ്ടറി നമ്മൾ കെട്ടേണ്ടത്. മനസ്സിലായ? നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്കൈ ഇസ് നോ മോർ ദ ലിമിറ്റ് എന്നാ പറഞ്ഞു. ആദ്യം പറഞ്ഞ സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയും. ഇപ്പോൾ സ്കൈ ഇസ് നോ മോർ ദ ലിമിറ്റാ. പക്ഷെ നമുക്കറിയാം സ്കൈൻ്റെ എത്ര വരെ പോകാൻ പാടുള്ളൂ. അത്രത്തോളം മേലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വല്ലതും തകരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കുടുംബം തകരുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഹെൽത്ത് തകരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ പാടുണ്ടോ? യെസ് ഓർ നോ? ടെൽ മീ. നോ. യു അഗ്രി ടു ദാറ്റ്? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എല്ലാ സ്ഥലത്തും ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മൾ പോകാൻ പറ്റുള്ളൂ. സോ ബി ഇൻ ദ കംഫർട്ട് സോൺ. ഇനി മൂന്നാമത്തെ ശരിക്കും ശ്രദ്ധിക്കട്ടെ. ഞാൻ ഒരിറ്റ ചോദ്യത്തിന് ഞങ്ങൾ ഇത്രയും ടൈം എടുക്കുന്നത്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? യെസ് ഓർ നോ? ഹാപ്പിയാണോ? രണ്ടാളെ കൊണ്ട്, ഫാത്തിമിനെ കൊണ്ട്, ഇതിനെ കൊണ്ട് ഹാപ്പിയാണോ? യെസ് ഓർ നോ? എച്ച് എന്ന് ടൈപ്പ് ചെയ്യാം. ഇല്ലേ നിങ്ങൾ നിർത്തി പോട്ടോ, ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ട്. ഓക്കെ, യെസ്. ഇനി ശരിക്കും ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ കംഫർട്ട് സോണിലായിരിക്കണത്. ഓക്കെ, ഞാൻ എൻ്റെ ഓഫീസിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ പാരൻസിൻ്റെ ഒപ്പം കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റിയെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു ബ്രേക്ക് ദ കംഫർട്ട് സോൺ. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ശരിക്കും മനസ്സിലാക്കി? ഇത് ടീച്ചേഴ്സ് പഠിപ്പിച്ച് തരാത്തൊരു കാര്യം കേട്ടോ. ഇത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയും കംഫർട്ട് സോൺ വിടണം. ഞാൻ കംഫർട്ട് സോൺ വിടാറില്ല. ബട്ട് ഐ സിറ്റ് ഇൻ മൈ കംഫർട്ട് സോൺ ആൻഡ് ഐ ആസ്ക് മൈസെൽഫ് വാട്ട് ക്യാൻ ഐ ഡു സിറ്റിംഗ് ഇൻ മൈ കംഫർട്ട് സോൺ. ദാറ്റ് ഇസ് വാട്ട് ഐ ഹാവ് ടു ഡു. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? ജസ്റ്റ് ടൈപ്പ് GI. So you can be in your comfort zone as long as you can grow, then that's absolutely fine. Crystal clear ആണ്? മോൾക്ക് മനസ്സിലായോ? അത് മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയും സംസാരിച്ചിട്ടാ. ഓക്കെ, 0 to 10 എത്ര ക്ലിയർ? ബട്ടൺ ഈ ബട്ടൺ പറഞ്ഞ ഇന്ന് മുതൽ ബട്ടൺ നിർത്തണം. ബട്ടൺ നിർത്തണം. ഓക്കെ, എന്താണ് പ്രശ്നം? എന്താ മിൻഹത്ത പറഞ്ഞ് നമ്മുടെ ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞു. ഡിസിപ്ലിൻ എങ്ങനെ കൊണ്ടുവരാ? അല്ല, ഇത് ഇപ്പൊ ആദ്യത്തെ ചോദ്യത്തല്ലായിരുന്നോ? കംഫർട്ട് സോൺ അല്ലായിരുന്നോ? ആ കംഫർട്ട് സോണിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അടുത്ത വേറെ കുറെ ആൾക്കാരുണ്ട്. ഡിസിപ്ലിൻ നമ്മൾ പറയാം. ഓക്കെ, ഇത് ക്ലിയർ ആയോ മോൾക്ക്? യെസ് സർ, ക്ലിയർഡ് ആണ്. 0 to 10? 10. Okay. Now I want to take a question from Fatima. Fatima, are you there? Fatima M. Yes, sir. Okay, that's Fatima M. Okay. What was your question? I saw your question there. What was your question? Just repeat that.